ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഭൂമി 3 ദിവസം അല്പം വേഗത്തിൽ കറങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറഞ്ഞ ദിവസങ്ങൾ ഉടൻ പ്രതീക്ഷിക്കണം. കൃത്യമായി പറഞ്ഞാൽ ജൂലൈ 9, ജൂലൈ 22, ഓഗസ്റ്റ് 5 ആണ് ഈ പറഞ്ഞ ദിവസങ്ങൾ. ഈ തീയതികളിൽ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം യഥാക്രമം 1.3, 1.38, 1.51 മില്ലി സെക്കൻഡ് കുറഞ്ഞേക്കാം. 2020 മുതൽ ഭൂമി പതിവിലും അല്പം വേഗത്തിൽ കറങ്ങുന്നുണ്ടെന്ന് ശാസ്ത്രജ്ഞർ നിരീക്ഷിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും കൃത്യമായ കാരണം ഇപ്പോഴും നിഗൂഢമായി തുടരുകയാണ്. ഭൂമി ഓരോ വർഷവും അതിന്റെ ആക്സിസിൽ, അതായത് അച്ചുതണ്ടിൽ 365 കൂടുതൽ പൂർണ്ണ ഭ്രമണങ്ങൾ പൂർത്തിയാക്കുന്നു. അതായത് ഒരു വർഷത്തിൽ നമുക്ക് ലഭിക്കുന്ന ആകെ ദിവസങ്ങളുടെ എണ്ണമാണത് 365 ദിവസങ്ങൾ. എന്നിരുന്നാലും ഇപ്പോഴും ഇങ്ങനെ ആയിരുന്നില്ല. ചില പഠനങ്ങൾ കാണിക്കുന്നത് മുൻകാലങ്ങളിൽ ഭൂമി സൂര്യനെ ഒരു തവണ ചുറ്റിവരാൻ 372 മുതൽ 490 വരെ ദിവസം എടുത്തിരുന്നു എന്നാണ്. അപ്പോൾ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ മാറ്റത്തിന് പിന്നിലെ കാരണം എന്താണ്? നമുക്കൊന്ന് പരിശോധിക്കാം. ഭൂമിയുടെ ഭ്രമണം അപ്രതീക്ഷിതമായി വേഗത്തിലാവുകയാണെന്നും ചരിത്രത്തിലെ ഏറ്റവും ചെറിയ ദിവസം വരാൻ ഏതാനും ആഴ്ചകൾ മാത്രമാണെന്നും ഒരു ശാസ്ത്രജ്ഞൻ മുന്നറിയിപ്പ് നൽകി. ജൂലൈ 9, ജൂലൈ 22, ഓഗസ്റ്റ് 5 എന്നീ 3 ദിവസങ്ങളിൽ ഭൂമിയുടെ ഭ്രമണം അല്പം വർദ്ധിച്ചേക്കാമെന്ന് ലണ്ടൻ സർവകലാശാലയിലെ ആസ്ട്രോഫിസിസ്റ്റ്, അതായത് ജ്യോതിശാസ്ത്രജ്ഞനായ ഗ്രഹാം ജോൺസ് പറയുന്നുണ്ട്. ഈ വ്യത്യാസങ്ങൾ വളരെ ചെറുതായിരിക്കും, അതായത് മില്ലി സെക്കൻഡുകൾ മാത്രമായിരിക്കും ഇവ പ്രകടമാകുന്നത്. ഈ ദിവസങ്ങളിൽ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം ഒന്നിനു പുറകെ ഒന്നായി 1.3, 1.38, 1.51 മില്ലി സെക്കൻഡ് കുറഞ്ഞേക്കാം എന്നാണ് സൂചന. ചെറിയൊരു മാറ്റം പോലും ഉപഗ്രഹ സംവിധാനങ്ങളെ, GPS കൃത്യതയും സമയം എങ്ങനെ ട്രാക്ക് ചെയ്യുന്നു എന്നതിനെയുമൊക്കെ ബാധിക്കുമെന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. 2020 മുതൽ ഭൂമി പതിവിലും അല്പം വേഗത്തിൽ കറങ്ങുന്നത് ശാസ്ത്രജ്ഞർ നിരീക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നതെന്ന് അവർക്ക് ഇപ്പോഴും ഉറപ്പില്ല. മുൻപ് ഗ്രഹം ക്രമേണ മന്ദഗതിയിലായിക്കൊണ്ടിരുന്നു. പ്രധാനമായും ചന്ദ്രന്റെ ആകർഷണം മൂലമായിരുന്നു ഇത്. കാലക്രമേണ നമ്മുടെ നിലവിലെ 24 മണിക്കൂർ ദിവസങ്ങളെ രൂപപ്പെടുത്താൻ ഇത് സഹായിച്ചു. സാധാരണയായി ഭൂമി ഒരു പൂർണ്ണ ഭ്രമണം പൂർത്തിയാക്കാൻ 24 മണിക്കൂർ അല്ലെങ്കിൽ കൃത്യം 86,400 സെക്കൻഡുകൾ എടുക്കും. ഇതൊരു സൗരദിനം എന്നറിയപ്പെടുന്നു. ഭൂമി ഇപ്രകാരം വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഔദ്യോഗിക സമയത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നേക്കാം. 2029 ആദ്യമായി ഒരു ലീപ് സെക്കൻഡ് നീക്കം ചെയ്യുന്നതും ഇതിൽ ഉൾപ്പെടാമെന്നാണ് സൂചന. ഇനി ഭൂമി എന്തുകൊണ്ടാണ് ഇത്രയും വേഗത്തിൽ കറങ്ങുന്നത്? ശരിക്കും ഭൂമിയുടെ ഭ്രമണം പൂർണ്ണമായും സ്ഥിരമല്ല. ഇടയ്ക്കിടെ കുറച്ച് മില്ലി സെക്കൻഡ് അത് മാറാൻ സാധ്യതയുള്ള ഒന്നാണ്. ഭൂകമ്പം, സമുദ്ര ചലനങ്ങൾ തുടങ്ങിയ പ്രകൃതി ശക്തികൾക്ക് ഗ്രഹത്തിന്റെ ഭ്രമണത്തെ ചെറുതായി മാറ്റാൻ കഴിയുന്നതിനാലാണ് ഇത് സംഭവിക്കുന്നത്. മറ്റ് കാരണങ്ങളിൽ ഹിമാനികൾ ഉരുകുന്നത്, ഭൂമിയുടെ മോൾട്ടൺ കോറിലെ, അതായത് ഉരുകിയ കാമ്പിലെ മാറ്റങ്ങൾ, എൽ നീനോ പോലുള്ള കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഇത് ചെറിയ അളവിൽ ഭ്രമണത്തെ മന്ദഗതിയിലാക്കുകയോ വേഗത്തിലാക്കുകയോ ഒക്കെ ചെയ്യുന്നു. ഈ ചെറിയ മാറ്റങ്ങളൊക്കെയും ഉയർന്ന കൃത്യതയോടെ ട്രാക്ക് ചെയ്യാൻ ശാസ്ത്രജ്ഞർ അറ്റോമിക് ക്ലോക്കുകൾ ഉപയോഗിക്കുന്നു. സ്പിന്നിലെ സമീപകാല വർധനവ് അവരിൽ പലരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വേഗതയേറിയ ദിവസം 2024 ജൂലൈ 5 ആയിരുന്നു. അന്ന് ഭൂമി സാധാരണ 24 മണിക്കൂറിനേക്കാൾ 1.66 മില്ലി സെക്കൻഡ് വേഗത്തിൽ കറങ്ങിയിട്ടുണ്ട്. ഇനി ഭൂകമ്പങ്ങൾ ഗ്രഹത്തിന്റെ ഭ്രമണത്തെയും ബാധിക്കുന്നതായി അറിയപ്പെടുന്നു. 2011 മാർച്ചിൽ ജപ്പാന് സമീപം 9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഭൂമിയുടെ അച്ചുതണ്ടിന് മാറ്റം വരുത്തുകയും ഒരു ദിവസത്തിന്റെ ദൈർഘ്യം ചെറുതായി കുറയ്ക്കുകയും ചെയ്തതായി റിപ്പോർട്ടുണ്ട്. ഭൂമിയുടെ മാസ് അല്ലെങ്കിൽ പിണ്ഡം പുനഃക്രമീകരിച്ചുകൊണ്ട് ഭൂകമ്പങ്ങൾക്ക് ഭൂമിയുടെ ഭ്രമണത്തെ മാറ്റാൻ കഴിയുമെന്ന് നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിലെ ഡോക്ടർ റിച്ചർഡ് ഗ്രോസ് 2011 പോപ്പുലർ മെക്കാനിക്സിനോട് പറഞ്ഞിരുന്നു. ഈ ഭ്രമണമാറ്റത്തിന്റെ കാരണങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഭൂമിക്കുള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കുന്നതും ഉൾപ്പെടുന്നു. കോറിലെ ആഴത്തിലുള്ള ഉരുകിയ പാളികളുടെ ചലനം മുതൽ ശക്തമായ സമുദ്രപ്രവാഹങ്ങളും ആകാശത്ത് ഉയർന്ന കാറ്റും നിരീക്ഷിക്കുന്നതുമൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഭൂമിയുടെ ഉൾഭാഗം പൂർണ്ണമായും ഖരരൂപത്തിലുള്ളതല്ല. അതിന്റെ കേന്ദ്രം ചൂടുള്ളതും ദ്രാവകവുമായ ലോഹം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് ഒഴുകുകയും മാറുകയും ഒക്കെ ചെയ്യുന്നു. ഈ ചലനത്തിന് പോലും ഗ്രഹത്തിന്റെ സന്തുലിതാവസ്ഥ മാറ്റാൻ കഴിയും. ഇനി സമുദ്രത്തിലെ പ്രവാഹങ്ങളും ജെറ്റ് സ്ട്രീമുകളും അതുപോലെ അന്തരീക്ഷത്തിൽ മുകളിലേക്ക് വേഗതയേറിയ വായുപ്രവാഹങ്ങളും പിണ്ഡത്തെ ചുറ്റും ചലിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയും ഭൂമിയുടെ ഭ്രമണ വേഗതയിൽ ചെറിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞർ ചന്ദ്രന്റെ ആകർഷണം, കാമ്പിലെ ചലനം, സമുദ്രപ്രവാഹം, കാറ്റ് അങ്ങനെയെല്ലാം പരിശോധിച്ചു വരികയാണ്.